ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുകയും അമേരിക്ക ഇറാനിന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആണവ റിയാക്ടറുകളെക്കുറിച്ചുള്ള ചർച്ചകളും വരുന്നുണ്ട്. ഇന്ത്യയുടെ ആണവ റിയാക്ടറുകൾ എത്രത്തോളം സുരക്ഷിതമാണ്? ആഗോള ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA തലവൻ റാഫേൽ മരിയാനോ ഗ്രോസി NDTVക്ക് നൽകിയ അഭിമുഖത്തിലെ പ്രധാനമായ ചില വിവരങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഡാവോസ് 2025 എന്നും അറിയപ്പെടുന്ന വേൾഡ് എക്കണോമിക് ഫോറം ആനുവൽ മീറ്റിംഗിൽ വെച്ച് നടന്ന അഭിമുഖത്തിൽ ഇന്ത്യയുടെ സിവിൽ ആണവ പദ്ധതിയിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനാൽ ഇന്ത്യൻ ആണവ റിയാക്ടറുകൾ തികച്ചും സുരക്ഷിതമാണ് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇന്ത്യയുടെ ആണവ റിയാക്ടറുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യത്തിന് തികച്ചും സുരക്ഷിതം, അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ടതും IAEA സ്ഥാപിച്ചതുമായ ഏറ്റവും ഉയർന്ന ആണവ സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾക്കും കീഴിലാണ് ഇന്ത്യ അതിന്റെ സിവിൽ ആണവ നിലയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതെന്ന് ഗ്രോസി മറുപടി നൽകി. 2025 ജൂൺ മാസത്തിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ കൂടംകുളവും മുംബൈക്കടുത്തുള്ള ട്രോംബെയിലുള്ള ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗവേഷണ റിയാക്ടറായ സർക്കസ് ഉൾപ്പെടെ 25 പ്രവർത്തനക്ഷമമായ ആണവ റിയാക്ടറുകളുണ്ട്. അവയ്ക്ക് മൊത്തം 8.78 ജിഗാവാട്ട് സ്ഥാപിത ശേഷിയുമുണ്ട്. ഈ റിയാക്ടറുകളെല്ലാം കർശനമായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾക്ക് വിധേയമാണെന്ന് IAEA സ്ഥിരീകരിക്കുന്നു. കൂടാതെ 7.30 ജിഗാവാട്ട് ശേഷിയുള്ള പുതിയ റിയാക്ടറുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ആണവോർജ്ജ ശേഷി 2031-32 22.48 ജിഗാവാട്ടായി ഉയർത്താൻ ലക്ഷ്യമിടുന്നു. കഴിഞ്ഞ 5 വർഷമായി എല്ലാ റിയാക്ടറുകളും 80% മുകളിൽ കപ്പാസിറ്റി ഫാക്ടറും ലഭ്യതയും നിലനിർത്തുന്നുമുണ്ട്. കൽപ്പാക്കത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ പദ്ധതിയെക്കുറിച്ച് ഗ്രോസി സംസാരിക്കുകയും ചെയ്തു. ഇത് അതിന്റെ ഫ്ലീറ്റിന് ഒരു രസകരമായ കൂട്ടിച്ചേർക്കലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2025 ജൂൺ മാസത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ PFBR 2025-26 പ്രവർത്തനക്ഷമമാക്കാൻ ഒരുങ്ങുകയാണ്. ഇത് ഇന്ത്യയുടെ 3 സ്റ്റേജ് ആണവോർജ്ജ പരിപാടിയുടെ 2ാം ഘട്ടത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. പ്ലൂട്ടോണിയം 239 യുറേനിയം 238 ഉപയോഗിച്ച് അത് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ആണവ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ റിയാക്ടർ തോറിയം അടിസ്ഥാനമാക്കിയുള്ള ആണവോർജ്ജ ഉൽപ്പാദനത്തിലേക്ക് മാറുന്നതിന് വഴിയൊരുക്കും. 1998 പൊഖ്രാൻ ആണവ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇന്ത്യ ആണവ സ്ഫോടന പരീക്ഷണങ്ങൾക്ക് സ്വമേധയാ മൊറട്ടോറിയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ചൈനയോ പാകിസ്ഥാനോ ആണവ പരീക്ഷണങ്ങൾ നടത്തിയാൽ ഇന്ത്യക്ക് വീണ്ടും പരീക്ഷണം നടത്താൻ അവകാശമുണ്ടോ എന്ന ചോദ്യത്തിന് ആണവ പരീക്ഷണങ്ങൾക്ക് ഒരു പൊതു നിരോധനത്തിലേക്ക് നമ്മൾ നീങ്ങണം എന്നതാണ് ഞങ്ങളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും നിലപാട്. അതിനാൽ ഉപഭൂഖണ്ഡത്തിലോ മറ്റെവിടെയെങ്കിലുമോ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തേണ്ടി വരില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഗ്രോസി പ്രതികരിച്ചു. ഇപ്പോഴും ഈ മൊറട്ടോറിയം ഇന്ത്യ കർശനമായി പാലിച്ചു വരുന്നുണ്ട്. നിലവിൽ 48 രാജ്യങ്ങൾ അംഗങ്ങളായുള്ള ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പ് അതായത് NSGയിൽ ഇന്ത്യയും അംഗമാകേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് IAEA മേധാവി പറഞ്ഞു, ഞാൻ ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആയിരുന്നു. സമാനമായ അഭിലാഷങ്ങളുള്ള മറ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിന് ഒരു നീതിയുക്തമായ പരിഹാരം കൊണ്ടുവരാൻ ഞാൻ സജീവമായി പ്രവർത്തിച്ചിരുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായുള്ള എന്റെ ഇടപെടലുകൾ വളരെ പ്രയോജനകരമായിരുന്നു. അന്ന് ഞങ്ങൾ ഒരു നല്ല ഫലത്തിലേക്ക് വളരെ അടുത്തിരുന്നു. എന്നിരുന്നാലും ഈ വിഷയത്തിൽ കൂടുതൽ വലിയതും വ്യാപകവുമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് അംഗങ്ങൾക്ക് തീരുമാനിക്കാനുള്ളതാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025 ജൂൺ മാസത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് NSG അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആണവ നിർവ്യാപന കരാർ അതായത് NPTയിൽ ഒപ്പുവെക്കാത്ത ഒരു രാജ്യമായതിനാൽ ചൈന ഉൾപ്പെടെയുള്ള ചില അംഗരാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്നതിനാൽ സമവായത്തിൽ എത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ-US സിവിൽ ആണവ കരാർ അതിന്റെ പൂർണ്ണ സാധ്യതയിൽ എത്തുമോ എന്ന ചോദ്യത്തിന് വാഷിംഗ്ടൺ DC ഇന്ത്യയിൽ റിയാക്ടറുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ബാധ്യത ക്ലോസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഇന്ത്യക്കും US-നും തീരുമാനിക്കാനുള്ളതാണെന്ന് ഗ്രോസി പറഞ്ഞു. 2025 ജൂൺ മാസത്തിലും ഈ സഹകരണങ്ങൾ സജീവമായി തുടരുന്നുണ്ട്. US കമ്പനികളായ വെസ്റ്റിംഗ് ഹൗസ് ഇലക്ട്രിക് കമ്പനിയും GE ഹെൻറ്റിമുമായി ഇന്ത്യ പുതിയ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയാണ്. ഫെബ്രുവരി 2025 പുറത്തിറക്കിയ ഇന്ത്യ-US സംയുക്ത പ്രസ്താവനയിൽ US രൂപകൽപ്പന ചെയ്ത ആണവ റിയാക്ടറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനും സ്മോൾ മോഡുലർ റിയാക്ടറുകൾ SMRS പോലുള്ള നൂതന സാങ്കേതിക വിദ്യകളിൽ സഹകരിക്കുന്നതിനും ഇരു രാജ്യങ്ങളും പ്രതിബദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. യുക്രൈനിലെ സാഹചര്യത്തെക്കുറിച്ചും IAEA മേധാവി ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു. ഒരു ആണവ അപകടത്തെക്കുറിച്ച് നിരീക്ഷണ ഏജൻസിക്ക് പലതവണ ഭയമുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സപ്പോറജിയ മുന്നണി പോരാട്ട മേഖലയിലാണ്, അതീവ ദുർബലമാണ്.
ഷെല്ലാക്രമണങ്ങൾക്കും പതിവായി വൈദ്യുതി മുടങ്ങുന്നതിനും ഇത് വിധേയമായിട്ടുണ്ട്. ഇത് കൂളിംഗ് ഫംഗ്ഷന്റെ നഷ്ടത്തിലേക്ക് നയിക്കുകയും ഒരു ആണവ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടാവുകയും ചെയ്യും. ഇത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഓരോ ദിവസവും കണക്കെടുക്കുന്നുണ്ട്. IAEA നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണിത്, അദ്ദേഹം പറഞ്ഞു. 2025 ജൂൺ മാസത്തിലും സെപ്പോർജിയ ആണവ നിലയത്തിലെ സ്ഥിതി അതീവ ആശങ്കാജനകമായി തുടരുകയാണ്. റഷ്യൻ അധിനിവേശവും യുദ്ധവും നിലയത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് IAEA നിരന്തരം മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഈ ഒരു നിലയം ഒരു ബാഹ്യ വൈദ്യുതി ലൈനിനെ മാത്രം ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും IAEA ജൂണിൽ വീണ്ടും സ്ഥിരീകരിച്ചു. ഇനി പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെക്കുറിച്ചായിരുന്നു ചർച്ച. ഇറാൻ ഒരു ആണവായുധം നിർമ്മിക്കുകയാണെന്നതിന് ഞങ്ങളുടെ പക്കൽ തെളിവുകളൊന്നുമില്ലെന്ന് ഗ്രോസി പറഞ്ഞു. എന്നിരുന്നാലും ഇറാൻ വലിയ അളവിൽ സമ്പുഷ്ട യുറേനിയം ശേഖരിച്ചിട്ടുണ്ടെന്നതും ഇത് ആയുധ നിലവാരത്തോട് വളരെ വളരെ അടുത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിശോധനകളിലും തങ്ങളുടെ ചോദ്യങ്ങൾ വ്യക്തമാക്കുന്നതിലും ഇറാനിൽ നിന്ന് പൂർണ്ണ സഹകരണം ലഭിച്ചിട്ടില്ലെന്നും IAEA മേധാവി കൂട്ടിച്ചേർത്തു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ അതിന്റെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ തുടർന്നു പോരുന്നു. ഇറാനിലെ ഫോർദോ, നഥാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങളിൽ US വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് ആണവ സുരക്ഷ സംബന്ധിച്ച് IAEA ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോർഡോ സൈറ്റിൽ US ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് മ്യൂണിഷനുകൾ ഉപയോഗിച്ചതിന്റെ അടയാളങ്ങൾ വ്യക്തമാണെന്നും ഇസ്ഫഹാനിലെ യുറേനിയം പരിവർത്തനവുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും ഗ്രോസി UN സുരക്ഷാ കൗൺസിലിനെ അറിയിച്ചിട്ടുണ്ട്. 60% ശുദ്ധീകരിച്ച യുറേനിയം ഉൾപ്പെടെ 4400 കിലോഗ്രാം യുറേനിയം ഇറാൻ ശേഖരിച്ചിട്ടുണ്ടെന്നും ഇത് ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ അളവിനേക്കാൾ വളരെ കൂടുതലാണെന്നും IAEA പറയുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള ആണവ കരാർ, അതായത് JCPOA പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സങ്കീർണമായി തുടരുകയാണ്. പരിശോധകരെ ആണവ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഗ്രോസി ആവശ്യപ്പെട്ടു.